തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് പരസ്യ പ്രചാരണം തുടർന്ന് ഡൽഹി മുഖ്യമന്ത്രി അതിഷി. മുഖ്യമന്ത്രിക്കെതിരെ ഡൽഹി പോലീസ് കേസെടുത്തു. വാഹനത്തിൽ പരസ്യ പ്രചാരണം നടത്തിയ സാഹചര്യത്തിലാണ് കേസെടുത്തത്. ഗൗതം ചേരുന്നു. ഗൗതം, വിവരങ്ങൾ. രോഹിണി, ഇന്നിപ്പോൾ ഡൽഹിയിൽ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. എന്നാൽ ഡൽഹി മുഖ്യമന്ത്രി അതീഷി തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം പരസ്യമായി നടത്തിയിരിക്കുകയാണ്. അതീഷി സ്വന്തം മണ്ഡലത്തിൽ ഇന്നിപ്പോൾ ഏതാണ്ട് 70ഓളം ആം ആദ്മി പ്രവർത്തകരെ 10ഓളം വാഹനങ്ങളിൽ കുത്തിനിറച്ച് ലൗഡ് സ്പീക്കറുകൾ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയുള്ള പ്രചരണം കാൽക്കാജി മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിൽ നടത്തിയതാണ് വിവാദമായത്. ഡൽഹി പോലീസ് ഈ വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ഡൽഹി മുഖ്യമന്ത്രി അതീഷിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. നമുക്കറിയാം, ഇന്നലെ വൈകുന്നേരം 5 മണിയോടുകൂടി ഡൽഹിയിൽ പരസ്യ പ്രചരണം അവസാനിച്ചു. അതിനുശേഷം ഇന്നലെയും ഇന്നുമുള്ള ദിവസങ്ങൾ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. എല്ലാ സ്ഥാനാർത്ഥികളും വീടുകളൊക്കെ കയറി സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായി കണ്ടുകൊണ്ട് വോട്ടുറപ്പിക്കുവാനുള്ളൊരു ദിവസമാണ് ഇന്നത്തേത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടം ഇന്നിപ്പോൾ ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ റാലികൾ നടത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിന്റെ ചട്ടലംഘനം എന്ന രീതിയിലുള്ള നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് സ്വീകരിക്കാൻ സാധിക്കും. ഡൽഹിയിൽ മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ നേരിട്ട് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയിരിക്കുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായ ഘടകം. അതീഷിക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്നാവശ്യപ്പെട്ടിപ്പോൾ BJP രംഗത്തെത്തിയിരിക്കുകയാണ്.